കഴിഞ്ഞ ദിവസം മൂന്നാർ നല്ലതണ്ണി കല്ലാർ പ്ലാന്റിനുണ്ടായ തീപിടുത്തത്തിൽ പഞ്ചായത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ പ്രാഥമിക കണക്കുകൾ അനുസരിച്ചിട്ട് ഒരു 50-55 ലക്ഷം രൂപയുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വരാനുണ്ട്. എന്നാലും ഒരു 60-ന് താഴെ നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധന സാമഗ്രികൾക്കെല്ലാം നഷ്ടം ഉണ്ടായിരുന്നു. കെട്ടിടം ഉൾപ്പെടെ സാധന സാമഗ്രികളും അതോടൊപ്പം തന്നെ സൂക്ഷിച്ചിരുന്ന വേസ്റ്റുകൾ ഉൾപ്പെടെ, അതായത് നല്ല വേസ്റ്റുകൾ, പൈസ കിട്ടുന്ന പഞ്ചായത്തിലേക്ക് പൈസ കിട്ടുന്ന വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. അന്ന് യുവമോർച്ച നേതാക്കളെല്ലാം ആരോപിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഇത് 4ാം തവണയാണ് ഇവിടെ തീകത്തുന്നത്, ഇത് മനഃപൂർവ്വം പഞ്ചായത്ത് ഇവിടുത്തെ മാലിന്യം നശിപ്പിക്കാൻ വേണ്ടി തീയിട്ടതാണ്, ഇവിടെയുള്ള ക്യാമറകളൊന്നും വർക്കിംഗ് അല്ല, ഇത് മനഃപൂർവ്വം പഞ്ചായത്ത് തീയിട്ട് നശിപ്പിച്ചതെന്നാണ് ഒരു യുവമോർച്ച നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റൊരു പഞ്ചായത്ത് മെമ്പറിൻ്റെയൊക്കെ ആരോപണം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം, അതുപോലെ തന്നെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഫെബ്രുവരി 4-ാം തീയതിയാണ് ആദ്യം തീയെത്തുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് നോക്കുമ്പോൾ അവിടെ ക്യാമറയൊക്കെ കേടായി കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പിന്നീടുണ്ടായ സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ ചാമ്പറിൽ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അതേപടി നടപ്പിലാക്കുകയാണ് ഈ പുതിയ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. ക്യാമറകൾ സജ്ജരാക്കി, 13ഓളം ക്യാമറകൾ നമ്മൾ കേടുപാടുകൾ നീക്കി സജ്ജരായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ 2 വാച്ചറെ നമ്മൾ രാത്രി 6 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെയുള്ള വാച്ചർ നമ്മൾ വെച്ചു. അവർക്കുള്ള ചെറിയ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെയുള്ള ചെറിയ സഹായങ്ങൾ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ലെഗസി വേസ്റ്റ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. 2 ടെൻഡർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് പെരുമാറ്റച്ചട്ടം വന്നത്. പെരുമാറ്റച്ചട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻഡർ ഓപ്പൺ ചെയ്യാനാണ് സാങ്കേതികമായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ അത് പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്ന മുറയ്ക്ക് ചെയ്യും. പെരുമാറ്റച്ചട്ടം ഏതായാലും 4-ാം തീയതി വരെ നിലനിൽക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ആ ലെഗസി വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനും എന്തായാലും ഊർജ്ജമായിട്ടും സജീവമായിട്ടും മാലിന്യത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ചില മെമ്പർമാരോ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടി ആളുകളോ രാഷ്ട്രീയത്തിന് വേണ്ടി ഇത് പറയരുത്. സ്വാഭാവികമായിട്ടും ഒരു മാലിന്യം കത്തിച്ച് കളയുന്നതുകൊണ്ട് പഞ്ചായത്തിന് എന്താണ് നേട്ടം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, പിന്നെ ഈ ഭരണസമിതിയിലിരിക്കുന്ന ആളുകൾ തന്നെ ഇത് പറഞ്ഞാൽ അത് അവർ വേറെ എന്തോ ഉദ്ദേശത്തോടെ, പക്ഷെ അവർക്ക് തെളിയിക്കാനുള്ള ബാധ്യതയും കൂടിയുണ്ട്. ഒരു ഗൂഢാലോചനയെന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം കത്തിച്ചെന്ന് പറഞ്ഞാൽ തെളിയിക്കാനുള്ള ബാധ്യതയും കൂടിയുണ്ട്. അവിടെ ഫുട്ടേജ് ഇപ്പം ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറയുടെ ഫുട്ടേജ് മുഴുവൻ പോലീസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാ ദിവസവും അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം കത്തിച്ചതായിട്ട് വന്നാൽ, തെളിയിക്കപ്പെട്ടാൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിന് യാതൊരു വിധത്തിൽ പിന്നോട്ട് പോകുന്ന പഞ്ചായത്ത് ഭരണസമിതിയല്ല ഇപ്പോഴുള്ളത്. ആര് ചെയ്താലും, അത് ഏത് ഉദ്യോഗസ്ഥൻ ചെയ്താലും ജീവനക്കാരൻ ചെയ്താലും ഭരണസമിതിയിൽ ആര് ചെയ്താലും സാമൂഹിക വിരുദ്ധർ ചെയ്താലും അവരെ വച്ച് പൊറിപ്പിക്കില്ല. അവർക്ക് നിയമപരമായിട്ട് ലഭിക്കേണ്ട ശിക്ഷ ഉറപ്പുവരുത്തും. അതിനുള്ള പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി സാങ്കേതിക വിദഗ്ധർ വരുന്നുണ്ട്, അതെല്ലാം കണ്ടുപിടിക്കട്ടെ തീർച്ചയായിട്ടും. പക്ഷേ അത് ഒരു ഭരണസമിതിയെ കരിവാരി തേക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് എന്താണ് നടത്തേണ്ടത്, ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയൊക്കെ വ്യക്തമാക്കിയത്, നമ്മൾ അതിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു, ഇത് ആദ്യഘട്ടം എന്ന നിലയിൽ സോളാറിൻ്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിലാണോ എന്ന് വെച്ചപ്പോൾ ഇല്ല, ഇതിൽ ദുരൂഹതയുണ്ട് എന്നാണ് അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയത്. അത്തരത്തിൽ എന്തെങ്കിലും ദുരൂഹത കാണുന്നുണ്ട്? അത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ അസിസ്റ്റന്റ് സെക്രട്ടറിയോ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. 15-ാം തീയതിയാണ് ഈ സംഭവം ഇത്രയും ഭീകരമായ തീയത്തിലുണ്ട്. എനിക്ക് വേറെ ലഭിക്കുന്നത് 5:20-നാണ്. എന്നെ ഒരു നല്ല എണ്ണയിൽ കൊളന്നു കൊണ്ടുപോയ ഒരു ഡ്രൈവറാണ് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇടപെടുകയും സെക്രട്ടറിയെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസിനെ വിളിച്ചു. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കണ്ടതല്ലേ, ഞാൻ രാത്രി 1 മണി വരെ അവിടെ നിന്നു ചെയ്തു. അങ്ങനെ ദുരൂഹതയിൽ ആരെങ്കിലും കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടേണ്ടതാണ്. സയൻറ്റിഫിക്കായിട്ട് ഇന്ന് എല്ലാ മാർഗങ്ങളും ഉണ്ടല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചാൽ അവർക്കെതിരെ കർക്കശമായിട്ട് നടപടിയെടുക്കുന്നതിന് യാതൊരു മടിയും ഇല്ലാത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ. ക്യാമറ ഫുൾ വർക്കിംഗ് ആയിരുന്നു? ഉണ്ടായിരുന്നു. എല്ലാ ഉള്ള ക്യാമറ മുഴുവൻ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ തരാം, നമ്മൾ CD ആക്കി തരാം, അതിനകത്ത് ഫുള്ളായിട്ട് കാണാം. അതാണ്.
ഏതായാലും ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ദുരൂഹത ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് അന്വേഷിക്കും. ഇപ്പോൾ ഏതായാലും പോലീസിന് ഈ CCTV ദൃശ്യങ്ങളടക്കം ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസാണ് ഇനി നടപടിയെടുക്കേണ്ടത്. ഏതായാലും പഞ്ചായത്തിന് വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.